എന്തു പറ്റി സാർ? ഉറങ്ങാൻ പറ്റുന്നില്ലേ? എനിക്കറിയാമായിരുന്നു, സാറിനെ കണ്ടാലറിയാം ഇങ്ങനെയുള്ള ലോഡ്ജിലൊന്നും താമസിച്ച് ശീലമില്ലാത്ത ആളാണെന്ന്. അതാ ഞാൻ അപ്പുറത്ത് ഹോട്ടലിലോട്ട് പോകാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്? റൂമിൽ നല്ല ചൂട്, അതാ ഞാൻ പുറത്തേക്ക് വന്ന. സാറിന് നല്ലൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? എന്താ? നേരെ ടെറസിലേക്ക് വിട്ടോ, ഞാനൊരു പായം തലേണിയും തരാം. കുറച്ച് കൊതുകുണ്ടാവുന്നേ ഉള്ളൂ, നല്ല കാറ്റായിരിക്കും, സുഖമായിട്ട് ഉറങ്ങും ചെയ്യാം. എന്നാ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാ സാറ് ചെല്ല്, ഞാൻ പായം തലേണിയും കൊണ്ടുവരാം. ദേ ഇതിലെ കയറി പോയാൽ മതി. ശരി. ആ, ഇതത്ര മോശമൊന്നുമല്ല. ഈ കൊതുകില്ലാതിരുന്നാ മതിയായിരുന്നു. ഇതൊന്നും ഒരു വിഷയമേ അല്ല. എനിക്ക് കമ്പനിയായിട്ട് നീ ഉണ്ടായാൽ മാത്രം മതി. ചാർജ് തീർന്നല്ലോ. ചാർജർ കൊടുത്തില്ല. മടുത്തു. എത്ര പെട്ടെന്ന് മടുത്തോ? പാർവതി, എനിക്ക് വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാന്നൊക്കെ കുറച്ചു മുമ്പ് വലിയ ഡയലോഗൊക്കെ അടിച്ചാണല്ലോ. എന്നിട്ടും ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിച്ചോ? ഒരു കൊതുക് അടിച്ചാൽ തീരാവുന്ന ശക്തിയെ സാറിന്റെ പ്രണയത്തിനുള്ളൂ അല്ലേ? നീ എന്റെ വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് എനിക്കറിയാം. എന്റെ കയ്യില് ഞാനൊന്ന് അമർത്തി പിച്ചിയ നീ ഇല്ലാതാവും. എന്നാ പിച്ച്? വേണ്ട, തോന്നലാണെങ്കിലും നിന്നെ ഇങ്ങനെ അടുത്ത് സംസാരിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. ശരിക്കും എന്നെ കാണുമ്പോ നീ പേടിച്ചോടുകല്ലേ? അന്ന് ഹോസ്റ്റലില് കുടിച്ചു വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ മറന്നുപോയോ? ശരിയാ. അതിനുശേഷം നീ എന്റെ മുഖത്ത് നോക്കുന്നത് തന്നെ വലിയ കാര്യമാ. എനിക്ക് വേണ്ടി എന്തിനാ സാറ് വീട് വിട്ട് ഇറങ്ങി വന്നത്? എന്നോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഇങ്ങനെയാണോ? ഞാൻ നിന്റെ മുന്നിൽ വലിയ ത്യാഗിയാകാനൊന്നുമല്ല ഇങ്ങനെ ചെയ്തത്. എനിക്ക് നിന്നെയും നിന്റെ പ്രശ്നങ്ങളെയും ശരിക്കും മനസ്സിലാക്കണം. അതിനാദ്യം മണ്ണിൽ ചവിട്ടി നടക്കാൻ തുടങ്ങണം. പലപ്പോഴും എന്നെക്കാളും നന്നായി പ്രിയൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അവനൊരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കും. എനിക്കും അതുപോലെ നിന്നെ മനസ്സിലാക്കണം. എന്നാലും അമ്മയോട് വഴക്ക് കൂടണ്ടായിരുന്നു സർ. അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമായി കാണും. എനിക്കും വിഷമമുണ്ട്. പക്ഷേ നിന്നെ മമ്മി അപമാനിച്ചത് എനിക്ക് സഹിച്ചില്ല. എന്റെ മമ്മി കാശും സ്റ്റാറ്റസും വെച്ച് ആളുകളെ തരം താഴ്ത്തി കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മമ്മി അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ തകർന്നുപോയി. വൈകാതെ മമ്മി തെറ്റ് മനസ്സിലാക്കി നിന്നെ സ്വീകരിക്കും. എനിക്കത് ഉറപ്പാ. സാറ് വലിയ ശുഭാപ്തി വിശ്വാസിയാണല്ലോ. അതെ. ഇനിയെങ്കിലും ഈ സാറ് വിളിയൊന്ന് നിർത്തിക്കൂടെ? കേൾക്കുമ്പോ എനിക്കെന്തോ ഒരു റൊമാൻറ്റിക് ഫീല് കിട്ടുന്നില്ല. ഇതേ എന്റെ സങ്കല്പമല്ലേ? അപ്പോ എനിക്കിഷ്ടമുള്ളതുപോലെ പെരുമാറിക്കൂടെ? സങ്കല്പം സാറിന്റെ ആണെങ്കിലും സ്വഭാവം എന്റെ അല്ലേ? ഞാൻ ബഹുമാനത്തോടെ സാറെ എന്നേ വിളിക്കും. സാരമില്ല, കല്യാണം കഴിഞ്ഞ് ഞാൻ മാറ്റി വിളിപ്പിച്ചോളാം. കല്യാണം കഴിഞ്ഞ് നീ എന്നെ ഏട്ടാന്ന് വിളിച്ചാ മതി. ഓക്കെ അല്ലേ? ആലോചിക്കാം.
മിഴികോമലെ ഒരു പൊൻപൂവായി മാറിൽ ചായുവാൻ ഇനി സാർ നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോ. ഇനിയും കുറെ കഷ്ടപ്പെടാനുള്ളതല്ലേ. നന്നായി ഉറങ്ങിയാലേ രാവിലെ ജോലി തേടി അലയാനുള്ള ആരോഗ്യം കിട്ടും. സാറിന്റെ മനസ്സിലെ പ്രണയം സത്യമാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് നമ്മൾ ഒരുമിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സാറിന്റെ കൂടെ തന്നെയുണ്ട്. അത് മതി, അത് മാത്രം മതി. ഐ ലവ് യു പാർവതി. എങ്ങോട്ടാ പോകുന്നേ? കൈലാഷ് എവിടെയാണെന്ന് അറിഞ്ഞു. അവനെ കൊണ്ടുവരാൻ പോവാ. അവൻ എവിടെയാ? ഒരു ലോക്കൽ ലോഡ്ജില. അവൻ എന്തിനാ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി താമസിക്കുന്നേ? വല്ല കൂട്ടുകാരുടെ വീടുകളിലോ റിസോർട്ടിലോ മറ്റോ റൂം എടുക്കുന്ന ഞാൻ വിചാരിച്ചേ. അവിടെയൊക്കെ നമ്മൾ അവനെ അന്വേഷിച്ചെത്തുമെന്ന് അവനറിയായിരിക്കും. അതാവും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, സൗകര്യം തീരെയില്ലാത്ത ഒരു ലോഡ്ജ് മുറി എടുത്തത്. ഈശ്വര, അവൻ അവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണുമാവോ? അവന് ഡസ്റ്റ് അലർജി ഉള്ളതാ. മോശം മണം വല്ലതും കിട്ടിയ അപ്പൊ തന്നെ ഛർദിയും തലകറക്കവും വരും. ഈ വാത്സല്യമൊന്നും അവനെ ഇറക്കി വിടുമ്പോ കണ്ടില്ലല്ലോ. അവൻ അവിടെ താമസിക്കുന്നെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? ആ ഭൂമികയല്ലേ? വെറുതെ രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ് വഴക്ക് കൂടണ്ട. എനിക്ക് എങ്ങനെയും കൈലാഷിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അതിന് ആരുടെ സഹായം ചോദിക്കാനും എനിക്കൊരു മടിയില്ല. കാരണം കുടുംബക്കാരോട് വാശി കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാനും നിങ്ങളുടെ കൂടെ വരാം. വേണ്ട. നിന്നെ കണ്ടാൽ അവനും, അവനെ കണ്ടാൽ നീയും നിയന്ത്രണം വിട്ട് സംസാരിക്കും. അവനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ അയക്കും. ഇത്രയും കാലം ഈ കുടുംബം മനസമാധാനത്തോടെയായിരുന്നു മുന്നോട്ട് പോയത്. അമ്മയും മോനും ചേർന്ന് ഇനി ഈ വീട്ടിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയില്ല.